പ്രപഞ്ചത്തിൻ്റെ വിളക്കും ശക്തിയുമാണ് സൂര്യഭഗവാൻ. ആ സൂര്യഭഗവാന്റെ അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ആദിത്യപുരത്തുള്ള സൂര്യക്ഷേത്രം. തപസ്സനുഷ്ഠിക്കുന്ന രൂപത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഇവിടെ ആദിത്യ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി പഞ്ചായത്തിലുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്താണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദുർഗാദേവിയെയാണ്. അംഗവൈകല്യം സംഭവിച്ച രീതിയിലുള്ള ദേവീ വിഗ്രഹമാണെങ്കിലും ആ ബിംബത്തിൻ്റെ അസാധാരണ ചൈതന്യം ഏതൊരാളെയും ആകർഷിക്കുന്നതാണ്. ദുർഗാദേവിയുടെ ദിവ്യരൂപത്തെ വണങ്ങി പ്രദക്ഷിണ വഴിയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇടതുഭാഗത്തായി ഗണപതിയുടെയും യക്ഷിയമ്മയുടെയും പ്രതിഷ്ഠകൾ കാണാം. ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടുള്ള മനോഹരമായ കുളത്തിൽ കൈകാൽ കഴുകി സൂര്യദേവന്റെ തിരുനടയിലേക്ക് ഞങ്ങളെത്തി. രൂപാദിവാകര ഭക്തവത്സല പാപ വിനാശന തൽസ്വരൂപം മമ ഹൃദി തോന്നണം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ആർക്കുമേ പിരിയാതെ വടിവായ ഭാസ്കരനെ പരമ്പുരുഷ പോറ്റി ആർത്തി തീർത്തെന്നെ രക്ഷിച്ചു കൊള്ളണം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഇണ്ടൽ നാളിൽ പെരുകിടുന്ന കുണ്ഠമായ മഹാവ്യാധിയെ കൊണ്ട് കണ്ടതില്ല കഴിവതീനേതുമേ. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഈശ്വര ചികിത്സിപ്പാനുമാളല്ലേ വാചനാശങ്ങൾ കൊണ്ടും കഴിവരാ. ചേർച്ചയും കെട്ടുവാടിയൻ മാനസം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഉമ്പർ നായക തമ്പുരാനെ വിഭോ ഗാംഭീയാർണവാകേർമയിലെങ്ങുമേ വൻപുപോലുള്ള വ്യാധി പിടിപെട്ടിട്ട് ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഊഴിമേലിരുന്നിടുവാൻ ആഗ്രഹം നാഴിക പോലുമില്ലിനി പാർക്കുമ്പോൾ ദേഹപീഡ സഹിപ്പാനുമാളല്ലേ. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. 8 ദിക്കിലും 7 ഉലകിങ്കലും വെട്ടമായ ഭുവനത്രയത്തിലും വെട്ടം കാട്ടുവാൻ പെട്ടെന്നുദിച്ചിടും. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഏടറ്റാർ